പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പാളിച്ച ഈ സീസണിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് മിക്ക മത്സരങ്ങളിലും ഗോൾ വഴങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ പാളിച്ചകൾ കാരണമാണ്. എന്നാൽ അത് മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇന്ത്യൻ ഡിഫൻഡറിനെ സൈൻ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വേറെ ആരുമല്ല ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ആരാധകർക്കെല്ലാം വിശ്വാസമുള്ള മാർക്കസ് മുർഗുലോവ് തന്നെയാണ്. മാർക്കസ് മുർഗുലോവ് വ്യക്തമാക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലോടുകൂടി ഒരു ഇന്ത്യൻ ഡിഫൻഡറിനെ സ്വന്തമാക്കിയെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മുർഗുലോവ് വ്യക്തമാക്കുന്നത്. അടുത്ത സീസണിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ താരം കളിക്കുകയുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആ താരത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവിലെ IS ക്ലബ്ബുമായി 2025 മെയ് 31 വരെ കരാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ താരത്തെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് താരം എത്താൻ വൈകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മാർക്കസ് മുർഗുലോവ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ തൊട്ട് അയൽക്കാരായ ഒരു ക്ലബ്ബിൽ നിന്നുമാണ് ഈ താരം എത്തുന്നതെന്ന് മാർക്കസ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ബംഗളൂരു FC-യിൽ നിന്നോ ചെന്നൈയിൻ FC-യിൽ നിന്നോ ഹൈദരാബാദ് FC-യിൽ നിന്നോ ആയിരിക്കും ഈ താരം എത്തുക എന്നതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അയൽക്കാരിൽ നിന്നുമാണ് ഈ താരം എത്തുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ചെന്നൈ അല്ലെങ്കിൽ ഹൈദരാബാദ്, ബംഗളൂരു ഈ 3 ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ നിന്നായിരിക്കും താരം ഇപ്പോൾ നിലവിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്നാൽ ആരായിരിക്കും ആ ഇന്ത്യൻ ഡിഫൻഡർ എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയൊരു ഇന്ത്യൻ ഡിഫൻഡറിനെ സ്വന്തമാക്കിയെന്നുള്ള അപ്ഡേറ്റ് ആണ് മാർക്കസ് മുർഗുലോവ് പങ്കുവയ്ക്കുന്നത്.